നമ്മുടെ ഇന്നത്തെ വിയറ്റ്നാം ട്രിപ്പിൻ്റെ 4th ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിൻ ബിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു മുന്ന്, ഹനോയുടെ മുന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൾച്ചറൽ ഒരു ബിൽഡിങ്സും ആർക്കിടെക്ചർ ബിൽഡിങ്സൊക്കെ ആയിട്ട് ഒരു കൺട്രി സൈഡാണ് വിയറ്റ്നാമിൻ്റെ. ഹനോയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നല്ല ഡിഫറൻസ് തോന്നും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നത് നിൻ ബിന്നിലെ ടെമ്പിളിലാണ്, ഇവിടുത്തെ കിങ്ങിൻ്റെ ടെമ്പിളിലാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഏരിയ ആണ്. അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ പുറപ്പെട്ടതാണ്. ഒരു ഡ്രൈവ് 2 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ സൈക്കിളൊക്കെ എടുത്ത് സൈക്കിളൊക്കെ ഓടിച്ചു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് സൈക്കിള് ഓടിച്ചത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നത് സൈക്കിളിലാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ സൈക്കിളിൽ നമുക്ക് കറങ്ങാം. അങ്ങനെ അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഇവിടെ ആയിരിക്കും, നിൻബിനിലായിരിക്കും. അങ്ങനെ അപ്പോൾ കാലാവസ്ഥ ഒരു മൂടിക്കെട്ടി നിൽക്കുന്ന കാലാവസ്ഥയാണ്, അതുകൊണ്ട് ചൂടൊന്നുമില്ല. ഡേ 4 നിൻബിനിലേക്കുള്ള ഒരു ഫുൾ പാക്കേജാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഇതിൽ 3 ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്: ബോട്ട് റൈഡ്, സൈക്കിൾ റൈഡ്, അതുപോലെ തന്നെ ഒരു ഹൈക്കിങ്. പിന്നെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് വന്നുള്ള പിക്ക് ഇൻ, ഡ്രോപ്പ് ഓഫ് പ്ലസ് ലഞ്ച്, ഇത് ഫുള്ളും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഏകദേശം ഒരു $70 ആയിരുന്നു ഈ പാക്കേജിൻ്റെ റേറ്റ്. ഹനോയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം റൈഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ഥലത്തേക്ക് എത്തിയത്. നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 15 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി സൈക്ലിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വില്ലേജസിൽ കൂടിയും പാടങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഒരു സൈക്ലിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സൈക്ലിംഗ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു. സൈക്ലിങ്ങിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഹുവാലു ടെമ്പിളിലായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. ഒരുപാട് വിയറ്റ്നാമീസ് ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നത്തെ റൂളിംഗ് ഡൈനാസിറ്റീസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ അവിടെ നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു. അവിടെ ഒരുപാട് വർക്ക്ഷോപ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. രണ്ട് മണിക്കൂറിൻ്റെ സൈക്കിൾ റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനാണ് പോയത്. ലഞ്ച് എന്ന് പറയുന്നത് ഒരു ആവറേജ് എന്ന് പറയാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാംകോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോട്ട് റൈഡിനാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, സൂപ്പറായിട്ട് കുറേ ബോട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തുഴഞ്ഞിങ്ങനെ പോകുന്നതാണ്. നല്ല രസമുണ്ട്. ഫുള്ള് പച്ചപ്പ്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളവും നല്ല തണുപ്പും ഒരു പ്രത്യേക ആംബിയൻസ് തന്നെ ഉണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നോക്കി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കാണാൻ പറ്റും. നല്ല രസമുണ്ട്. നല്ല എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. നല്ല രസമുണ്ട് കേട്ടോ. ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് നമുക്ക് ലൈഫ് ജാക്കറ്റ് തരും. ഒരു ഓറഞ്ച് കളർ ലൈഫ് ജാക്കറ്റ് ആയിരുന്നു അവരുടെ കയ്യിലുള്ളത്.
ഇത് ഫുൾ എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ ഗ്രീനായ സ്ഥലത്ത് ഈ ഓറഞ്ച് ജാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഈ ബോട്ട് റൈഡ് ചെയ്യുന്നതൊക്കെ സ്ത്രീകളായിരുന്നു. എല്ലാവരും പാഡിൽ ഇങ്ങനെ തുഴഞ്ഞിട്ടാണ് ഈ ഫുൾ ബോട്ട് റൈഡ്. ഏകദേശം 2 മണിക്കൂറോളം വരും ഈ ബോട്ട് റൈഡ്. അവരുടെ കയ്യിൽ ഒരു മെക്കാനിക്കൽ പവറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുള്ളി കൈ വെച്ചിട്ട് നല്ല ടയറിങ് ആയിട്ടുള്ളൊരു പണിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി, ഇവരിങ്ങനെ ഇത്ര എനർജറ്റിക് ആയിട്ട് 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് തുഴയണേന്ന്. ഈ റൈഡിൽ നമ്മൾ 3-4 കേവ്സിൻ്റെ അകത്തുകൂടെ പോകും. നല്ല ലോങ് ആയിട്ടുള്ള കേവ്സാണ്. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇതിൻ്റെ അകത്തുകൂടെ പോകും. ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഒരുപാട് റോക്ക് ഫോർമേഷനും നമ്മൾ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ തലയൊക്കെ പോയിട്ട് കല്ലിലൊക്കെ ഇടിക്കും. അപ്പോൾ നമ്മൾ കുനിഞ്ഞൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു കേവിൽ അകത്തുകൂടെ പോകുമ്പോൾ നമ്മുടെ പാഡിലിൻ്റെ കയറൊക്കെ പൊട്ടിപ്പോയിട്ട് നമ്മളൊന്ന് സ്റ്റക്കായി ഉണ്ടായിരുന്നു. പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരുടെ കയ്യിൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വേറെ ബോട്ടിൽ വരുന്നവരൊക്കെ വേഗം നമ്മളെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അവർ വേഗം തന്നെ വേറൊരു ടൈ എടുത്ത് കെട്ടി നമ്മുടെ യാത്ര തുടർന്നു. ഈ ഒരു പ്ലേസിൽ ഒരുപാട് ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ സ്കൾ ഐലൻഡാണ്. കിങ് കോങ് ഷേപ്പിലുള്ള ആ റോക്ക്, ആ ഒരു മൗണ്ടനൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഈ ബോട്ട് റൈഡിൽ നമുക്കും വേണമെങ്കിൽ പാഡിൽ ചെയ്യാം. നമുക്ക് പാഡിലിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ബോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്ക ബോട്ടിലുള്ള ആൾക്കാരും പാഡിലൊക്കെ എടുത്തിട്ട് തുഴയുന്നുണ്ടായിരുന്നു. അത് തുഴയുമ്പോഴാണ് ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാം. നമ്മളൊരു 5 മിനിറ്റൊക്കെ തുഴയുമ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങും. ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാക്കേജിലുള്ള അവസാനത്തെ ആക്ടിവിറ്റിയിൽ നമ്മളെത്തി. അത് ലൈയിങ് ഡ്രാഗണിലേക്കുള്ള ഒരു ഹൈക്കിംഗ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റെപ്സൊക്കെ കയറി ഏറ്റവും മുകളിൽ എത്തുമ്പോൾ ഒരു അടിപൊളി പനോറമിക് വ്യൂവും നമ്മുടെ ഈ ലൈയിങ് ഡ്രാഗണിനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ടയേർഡായി ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോയി. നമ്മൾ ഈ ഒരു ഹൈക്കിങ് കുറച്ച് കടുപ്പം പിടിച്ച ഹൈക്കിംഗ് ആയിരുന്നു. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഈ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ്. നമുക്ക് ഓടിച്ചാടി കയറാനൊന്നും പറ്റില്ല. ഇങ്ങനെ പതുക്കെ ഓരോരോ കാല് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് നമുക്ക് ഫുള്ള് ഇങ്ങനെ നല്ല വ്യൂസ് ആയിരുന്നു. നമ്മൾ ആ പാഡി ഫീൽഡ്സും മലകളും പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ബുദ്ധൻ്റെ സ്റ്റാച്യൂസും അങ്ങനെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മളുടെ ഈ ആക്ടിവിറ്റി തുടങ്ങുന്ന മുമ്പ് രാവിലെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലൈമറ്റൊക്കെ നല്ലതായിരുന്നു. നല്ല ചിൽ ക്ലൈമറ്റായിരുന്നു. നമ്മൾ ഏറ്റവും മുകളിൽ ഡ്രാഗണിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കാൻ വരെ പേടിയാണല്ലോ. അങ്ങനെ സ്റ്റെപ്പ് കയറി വരാൻ കുഴപ്പമില്ല. പിന്നെ ഡ്രാഗണിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് സ്റ്റോൺസൊക്കെ ഉണ്ട്. അത് വെച്ച് നന്നായിട്ട് നമ്മൾ
കയറി വരണം. ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. കണ്ടോ, അവിടെ നിന്ന് ഒരടി തെറ്റി കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോവും. അപ്പോൾ ഡ്രാഗന്ന് കണ്ടിട്ട് ഇറങ്ങി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു സംഭവം, ഇത്ര ഡേഞ്ചറസ് ആയിട്ടൊരു സാധനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടോപ്പിലെത്താണെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ടെമ്പിൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഡ്രാഗണിലേക്ക് കയറണമെങ്കിൽ കുറച്ച് വിഷമം പിടിച്ച ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ഇങ്ങനെ സ്റ്റോണൊക്കെ ഉണ്ട്, ഇങ്ങനെ കുത്തിയുള്ള സ്റ്റോൺസാണ്. അപ്പോൾ അതിൽ നമ്മൾ കാലൊക്കെ കറക്റ്റായിട്ട് വെച്ച് കയറി അങ്ങനെ. പിന്നെ അവിടെ നിൽക്കാനൊന്നും സ്ഥലമില്ല, നമ്മൾ ഇതൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെ നിൽക്കണം. പിന്നെ ഇറങ്ങാനും നല്ല പാടാണ്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇനി ഞാനത് കയറില്ല, ഒറ്റ എക്സ്പീരിയൻസ് അതോടെ മതിയായി. ഇനി നമ്മൾ തിരിച്ച് ഇവിടെ 500 സ്റ്റെപ്പുണ്ട്, തിരിച്ചത് ഇറങ്ങണം. പിന്നെ നമ്മൾ ബസ്സിലോട്ട് പോവാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ് ദിവസമായിരുന്നു. ഫുൾ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിരുന്നു. രാവിലെ സൈക്കിൾ ഓടിക്കുന്നു, ഉച്ചയ്ക്ക് ബോട്ട് പോകുന്നു, പിന്നെ വൈകുന്നേരമായപ്പോൾ സ്റ്റെപ്സ് കയറുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് തന്നെയായിരുന്നു. ഹനോയിൽ നൈറ്റ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ്സിലാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് വാക്കിംഗ് സ്ട്രീറ്റ്, ഒരു പ്രത്യേക സ്ട്രീറ്റിൽ ആണ് നൈറ്റ് മാർക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ അവർ ഫുൾ റോഡ് ക്ലോസ് ചെയ്യും. മോട്ടോർ ബൈക്സോ ബസ്സോ അങ്ങനത്തെ ഒരു വാഹനത്തിനും അവിടെ എൻ്റർ ചെയ്യാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഇങ്ങനെ ടെൻറ്റ് പോലെയൊക്കെ കെട്ടിയിട്ട് കുറേ മാർക്കറ്റ്സ്, കുറേ ഷോപ്സ് ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ചീപ്പായിട്ട് അത് ക്ലോത്ത്സും വേറെ ഓർണമെൻറ്റ്സും സൗനിയേഴ്സും അങ്ങനത്തെ എല്ലാം, ഷൂസും. അപ്പോൾ ലോക്കൽസ് ആയിരിക്കും മെയിൻലി അവിടെ ഷോപ്പ് ചെയ്യാൻ വരുന്നത്. കൂട്ടത്തിൽ നമ്മളെ പോലെ ടൂറിസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇപ്പോൾ പോണത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹനോയിലെ സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ചിലാണ്. ഇവിടെ ഹനോയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല വലിയൊരു ചർച്ചാണിത്. നല്ല ഭംഗിയില്ലേ, കാരണം നല്ലൊരു പ്രത്യേക തരം ആർക്കിടെക്ചറിൽ ഫുൾ സ്റ്റോണിലൊക്കെ ഉണ്ടാക്കിയ ഒരു ചർച്ചാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ, പക്ഷെ അത്ര കുറേ ഡെക്കറേഷൻസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് വരണം കൊണ്ട് വലിയൊരു ട്രീയും അതിൻ്റെ മുന്നിൽ കുറേ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി നല്ല ഭംഗിയായിരിക്കും. രാത്രി നമ്മൾ എന്തായാലും വരുന്നുണ്ട്. നമുക്ക് ചർച്ചിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല, കാരണം നമ്മൾ വന്നപ്പോഴേക്കും ചർച്ച് ക്ലോസ് ചെയ്തു, പ്രെയറൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ രാത്രി എന്തായാലും വേറൊരു ആംബിയൻസ് ആയിരിക്കും, ലൈറ്റൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ചർച്ചിൻ്റെ അകത്ത് കയറും. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കുറേ ഷോപ്സും ഒക്കെ കാണാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ചർച്ച് കാണാൻ.
സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കിന്ന് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്പാല് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും മിസ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യമാണ് ഒരു സ്പാ പോയി മസാജോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ നഖം ചെയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജെല്ലിഷ് നെയിൽ ചെയ്തു, ഫുട്ട് മസാജ് ചെയ്തു. അപ്പോൾ അതാ കാണുന്ന ഒരു സ്പാലാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ പോയി നമ്മളതൊക്കെ ചെയ്തു. ഭയങ്കര ചീപ്പായിരുന്നു, അവരുടെ സർവീസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ദുബായിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഞാനൊരു ജെല്ലിഷ് ചെയ്യുന്ന പൈസ കൊണ്ട് ഞാനിവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇത് വെറുതെ സ്ട്രീറ്റിൽ കൂടെ നടക്കുക, വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ നടക്കുക, ഇന്ന് ഷോപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ രാത്രി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ചിലേക്ക് പിന്നെ വന്നാണ്. രാവിലെ നല്ല ലൈറ്റ് ട്രീ ഒക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടോ, ലൈറ്റൊന്നുമില്ല, വെറുതെ ട്രീ മാത്രമേ ഉള്ളൂ. അവർ പണിയൊന്നും തീരാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ലൈറ്റപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നിരാശയായി പോയി. നമ്മൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഇത് കാണാൻ വേണ്ടി ഓടി വന്നത്. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ നാളെ തിരിച്ചു പോവാണ്. അപ്പോൾ എന്തായാലും ഇനി ഇത് കാണാൻ പറ്റില്ല. എന്നാലും ഇവിടെ നല്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കോഫി ഷോപ്പിലൊക്കെ ആൾക്കാർ സീറ്റൊക്കെ ഇട്ട് ഇങ്ങോട്ട് നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം നിന്ന് ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുമോ, അതുകൊണ്ടാണോ എല്ലാവരും ഇരിക്കണേന്ന്. ഒന്നുമില്ല. അപ്പം അങ്ങനെ അപ്പോൾ വിയറ്റ്നാം ട്രിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങും സൗനർ ഷോപ്പിങ്സും പിന്നെ എഗ് കോഫി കുടിക്കണം. വിയറ്റ്നാമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഗ് കോഫി കുടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതൊന്ന് കുടിക്കണം. അങ്ങനത്തെ വിയറ്റ്നാം ഇപ്പോൾ തന്നെ മിസ് ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യും ഹോട്ടലിൽ നിന്ന്. അങ്ങനെ അപ്പോൾ നമ്മൾ ഔട്ട് ക്വാർട്ടറിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് നമ്മൾ നമ്മുടെ ദുബായിലോട്ട് ഫ്ലൈ ചെയ്യും. അപ്പോൾ എന്തായാലും ഇനിയും ഷോപ്പിംഗ് ഒക്കെ ചെയ്യട്ടെ. ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആണ്. ഇനി എന്തൊക്കെ വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങണം. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കഫേ ജിയാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഈ കഫേ ഭയങ്കര ഫേമസ് ആണ്. കാരണം വിയറ്റ്നാമിൽ തന്നെ ഹനോയിൽ ഏറ്റവും ആദ്യം എഗ് കോഫി ഉണ്ടാക്കിയത് ഈ ഒരു കഫേയിലാണ് 1946 ആ വാറൊക്കെ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടുത്തെ മെനു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എഗ്ഗ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കോഫി മാത്രമല്ല, ഇവിടെ എഗ് ബിയർ ഉണ്ട്,
പിന്നെ അങ്ങനത്തെ എല്ലാം എഗ് വിത്ത് റം, എല്ലാ സാധനങ്ങളും എഗ്ഗ് വെച്ചിട്ടാണ്. ഭയങ്കര എന്താ പറയുക, സീറ്റിംഗ് ഒക്കെ കണ്ടില്ല, എല്ലായിടത്തും പോലെ തന്നെ ചെറിയ സീറ്റിംഗ് ഒക്കെയാണ്. നല്ല ക്രൗഡഡ് ആയിട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും വിയറ്റ്നാമിൽ പോകണ മുമ്പ് ഇവിടെ നിന്ന് എന്തായാലും എഗ് കോഫി കുടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ലാസ്റ്റ് ഡേ ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ സംഭവം വന്നിട്ട് കുടിച്ചു നോക്കട്ടെ. ഞാൻ വിയറ്റ്നാമിൽ വന്നിട്ട് 2 സ്ഥലത്തു നിന്നാണ് എഗ് കോഫി കുടിച്ചത്. ഒന്ന് നോട്ട് കോഫി കഫേന്നും ഒന്ന് ജിയാങ് കഫേന്നും. അപ്പോൾ എനിക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഇവിടുത്തെ കോഫിയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ആംബിയൻസ് എനിക്ക് അവിടുത്തെ നോട്ട് കോഫിയിലാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇവിടുത്തെ എഗ് കോഫി നല്ല ക്രീമിയാണ്. കുറച്ചും കൂടി ടേസ്റ്റ് ബെറ്ററായിട്ട് എനിക്ക് ഇവിടെയാണ് തോന്നിയത്. പക്ഷേ ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആണ്, മറ്റേ സീറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ 2 സ്ഥലത്തെ ഞാൻ റെക്കമെൻഡ് ചെയ്യും പോയി കുടിക്കാൻ വേണ്ടിയിട്ട്, കോഫി ട്രൈ ചെയ്യാൻ. നമ്മൾ ഗൂഗിൾ റിവ്യൂസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 2 പ്ലേസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുള്ളത്. സിക്സ് ഡേ വിയറ്റ്നാം ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി തിരിച്ച് ദുബായിലേക്ക് ഫ്ലൈ ചെയ്യാൻ പോവാണ്. ട്രിപ്പ് സൂപ്പറായിരുന്നു. ഈ കൺട്രി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫ്രണ്ട്ലി ആയ ഒരു കൺട്രിയാണ്. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര അപ്രോച്ചബിളാണ്. അവർക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ലെങ്കിലും നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് അവർക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അവർ ഭയങ്കര എന്താണ് പറയുക, ഈഗറാണ്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ കറൻസി. കാരണം ഇവിടുത്തെ കറൻസിയിൽ കുറേ പൂജ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ലക്ഷങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കുറേ പൂജ്യമുള്ളതുകൊണ്ട് അപ്പോൾ അതൊന്ന് കെയർഫുള്ളാവാൻ. ആദ്യത്തെ 2 ദിവസം കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ വരികയാണെങ്കിൽ ഇവിടെ ക്യാഷ് എടുത്തിട്ട് വരിക. കാരണം ഇവിടെ കാർഡ് ട്രാൻസാക്ഷൻ എവിടെയും ഇല്ല. നമ്മൾ 6 ദിവസം നിന്നിട്ട് ആകെപ്പാടെ 3 സ്ഥലത്ത് മാത്രമാണ് കാർഡ് ഉപയോഗിച്ചത്. അത് ഒന്ന് ഹോട്ടലിലായിരുന്നു, നമ്മൾ താമസിച്ച ഹോട്ടലിൽ. അപ്പോൾ വരികയാണെങ്കിൽ ഡോളേഴ്സ് കൊണ്ടുവന്ന് നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുക. കാർഡ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഉപയോഗം ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ പിന്നെ വിയറ്റ്നാം എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമായിരിക്കും, ടോപ്പ് ലിസ്റ്റിലുണ്ടാവും. അത്ര ഏഷ്യൻ കൺട്രീസിൽ അടിപൊളി കണ്ടാണ്. എനിക്ക് എപ്പോഴും വിയറ്റ്നാമിൽ ട്രാവൽ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ആൾക്കാർ ചോദിക്കും എന്താ വിയറ്റ്നാമിലുള്ളത്. എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പോൾ നമ്മൾ രാത്രി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. ഇറ്റ്സ് സൈനിങ് ഓഫ് നിഷ.